വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ് പൊന്നോണക്കാലം. ഇന്ന് ഉത്രാടം തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് മലയാളികൾ. നന്മയുടെയും ഒരുമയുടെയും സമൃദ്ധിയുടെയും ആഘോഷത്തിനായി ഒന്നാം ഓണം നാളിൽ ഓരോ വീടും ഇന്ന് തയ്യാറെടുക്കും. നാലുനാൾ നീളുന്ന ഓണവിരുന്നുകളുടെ തുടക്കം ഉത്രാടനാളിലാണ്. തിരുവോണത്തിന്റെ ഒരുക്കങ്ങൾക്കായുള്ള അവസാനവട്ട ഓട്ടവും ഉത്രാടത്തിനാണ്. പൂക്കളമൊരുക്കാനും ഓണസദ്യ ഒരുക്കാനും ഓണപ്പുടവയൊരുക്കാനുമെല്ലാം ഇന്ന് ഒരു ദിവസം മാത്രം ബാക്കി. നാട്ടിലും നഗരങ്ങളിലുമൊക്കെ ഉത്രാടച്ചന്തകൾ ഒരുങ്ങിക്കഴിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറികൾക്കൊപ്പം ഇക്കുറി നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം വിപണിയിലുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിലും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വിൽപ്പന തകൃതിയാകും. തെങ്കാശിയിൽ നിന്നും തോവാളയിൽ നിന്നും എത്തിച്ചതിനൊപ്പം നാട്ടിലെ പൂന്തോട്ടങ്ങളിൽ വിരിഞ്ഞ പൂക്കളും ഇക്കുറി വിൽപ്പനയ്ക്കുണ്ട്. ചെണ്ടുമല്ലിക്കും ജമന്തിക്കും വാടാർമല്ലിക്കും മുല്ലയ്ക്കുമാണ് ഡിമാൻഡ്. തിരുവോണപ്പൂക്കളം ഒരുക്കാൻ പൂ തേടി എല്ലാവരും പൂക്കടകളിലെത്തുമ്പോൾ ഇന്നാകും ഓണനാളുകളിലെ റെക്കോർഡ് വിൽപ്പന. ഇന്നു മുതൽ തൃക്കാക്കരയപ്പന്മാർ പൂമുറ്റങ്ങളെ അലങ്കരിക്കും. മരത്തിലും മറ്റും തീർത്ത തൃക്കാക്കരയപ്പന്മാർ വിപണിയിൽ ലഭ്യമാണെങ്കിലും കളിമണ്ണുകൊണ്ട് തീർത്ത തൃക്കാക്കരയപ്പന്മാരോടാണ് പൊതുവെ മലയാളികൾക്ക് താൽപര്യം. ഉച്ചകഴിഞ്ഞാൽ ഉത്രാടപ്പാച്ചിലിൽ നാട്ടിലാകെ തിരക്കോട് തിരക്കാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഓണം വാരാഘോഷത്തിന് ഔദ്യോഗിക തുടക്കമായി. സിനിമാ താരങ്ങളായ ദുൽഖർ സൽമാന്റെയും അപർണ ബാലമുരളിയുടെയും സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. 12-ന് ഘോഷയാത്രയുടെ ഓണം വാരാഘോഷത്തിന് സമാപനമാകും. കലാമണ്ഡലം ശിവദാസും സംഘവും അവതരിപ്പിച്ച ഇലഞ്ഞിത്തര മേളത്തോടെയാണ് ഓണം വാരാഘോഷത്തിന് ആളും ആരവും ഒരുങ്ങിയത്. ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷങ്ങൾക്ക് തിരിതെളിച്ചു. ഓണാഘോഷം 2022 സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചിരിക്കുകയാണ്. കോവിഡ് പൂർണ്ണമായി വിട്ടുമാറിയില്ല എങ്കിലും നമുക്കൊരു ആഘോഷങ്ങൾക്കുള്ള അവസരം കിട്ടിയിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഓണാഘോഷം നടത്താനാണ് നാം തയ്യാറെടുത്തത്. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെതായ ചില പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ ചില ഭാഗങ്ങളിൽ നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ദുൽഖർ സൽമാൻ, അപർണ ബാലമുരളി എന്നിവർ മുഖ്യാതിഥികളായി. കേരള ടൂറിസത്തിന് സ്പെഷ്യൽ മെൻഷൻ. കാരണം ഇതുപോലൊരു ഒരു ഇവന്റ് നടത്തുകയും എനിക്ക് എസ്പെഷ്യലി ടൂറിസം ക്ലബിലെ എല്ലാ ചെറുപ്പക്കാരെയും കാണാം. നിങ്ങളുടെ ടീഷർട്ട് കിട്ടും, എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് കാണാൻ. സൂപ്പർ. ഏതായാലും ഈ ഓണം നമുക്ക് ഒരുപാട് ആഘോഷിക്കാം. എല്ലാവരും മനസ്സ് തുറന്ന് ആഘോഷിക്കുക, നല്ല സദ്യ ഉണ്ണുക, പുതുക്കോടി അണിയുക,
വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഓണത്തിന്റെ തിരക്കും ലൈറ്റുകളും ഒക്കെ കാണുമ്പോൾ ഈ 2 വർഷം നമ്മൾ മിസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ തിരിച്ചു കിട്ടിയ ഒരു ഫീലാണ്. ട്രിവാൻഡ്രം പേഴ്സണലി എനിക്ക് എന്താ പറയാ ഒരുപാട് ഇഷ്ടമുള്ളൊരു നാടായി മാറി. മാത്രമല്ല ഇതുപോലൊരു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അത് ആദ്യമായിട്ടാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇന്റർവ്യൂസിലൊക്കെ ചോദിക്കും ഏറ്റവും നല്ല ഓർമ്മ എന്താണ് ഓണത്തിന്. എനിക്ക് തോന്നുന്നു ഇനി ഈ ഒരു ദിവസമായിരിക്കും എനിക്ക് പറയാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഓണാഘോഷ ഓർമ്മ. ഏഴഴകോലം മഴവിൽ പന്തലിൽ ഓണത്താരണയേ, ഏഴഴകോലം മഴവിൽ പന്തലിൽ ഓണത്താരണയേ, ഓണപ്പൂവുകൾ സല്ലാപത്തിൻ സംഗമവേദികയിൽ. തിരുവനന്തപുരത്ത് 32 വേദികളിലാണ് ഇത്തവണ ഓണാഘോഷം. 7 ദിവസത്തെ പരിപാടികളിൽ 8000-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. 12-ന് വൈകിട്ട് വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ വർണ്ണശബളമായ ഘോഷയാത്രയോടെ ഓണാഘോഷം അവസാനിക്കും. കുന്നോളം മലരുകൾ കുറുമൊഴി തൂവി വിളിക്കും ദേശം, വിണ്ണോളം കതിർമണി നിറയും വയലുകൾ പാടും ദേശം. ഓണമിതണയുകയായി തിരുവോണം പുലരുകയായി, ഹൃദയോണം പടരുകയായി. ന്യൂസ് 18 തിരുവനന്തപുരം. ധാന്യങ്ങളും പച്ചക്കറികളും കൊണ്ട് സമൃദ്ധിയുടെ പൂക്കളം ഒരുക്കി കാസർഗോഡ് നീലേശ്വരത്തെ കർഷക ശാസ്ത്രജ്ഞൻ PV ദിവാകരൻ. അത്തത്തിൽ തുടങ്ങി തിരുവോണത്തിൽ പൂർത്തിയാകുന്ന തരത്തിലാണ് ദിവാകരൻ വേറിട്ട പൂക്കളം ഒരുക്കിയത്. സാധാരണ പൂക്കളത്തിൽ നിന്നും വ്യത്യസ്തമായി ധാന്യങ്ങളും ഇലക്കറികളും മുളപ്പിച്ചാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. നെല്ലി, ചെറുപയറ്, തിന, മുത്താറി, ചീര, ചെറുചീര, ചേന, കൈതച്ചക്ക തുടങ്ങി 10ഓളം ഇനങ്ങളാണ് ഉപയോഗിച്ചത്. കൈതച്ചക്കയും ചേനയും ചീരയും അത്തം നാളിൽ തന്നെ നട്ട് വേര് പിടിപ്പിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ധാന്യങ്ങൾ പാകി മുളപ്പിച്ചെടുത്തു. പഴവും പച്ചക്കറികളും ഇലക്കറികളും ധാന്യങ്ങളും എല്ലാം അടങ്ങുന്ന സമൃദ്ധിയുടെയും ആരോഗ്യത്തിന്റെയും പൂക്കളമാണ് ദിവാകരന്റെ വീട്ടുവളപ്പിൽ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നുദിച്ച ഒരു പൂക്കളമാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ സമൂഹത്തിൽ എല്ലാവർക്കും ഇങ്ങനെയും പൂക്കളങ്ങൾ ഒരുക്കാം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ കൊടുക്കുന്നത്. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ടയിൽ അടുത്ത ഓണത്തിന് ഇതുപോലെ വലിയൊരു പൂക്കളം തീർക്കണം എന്നാണ് ദിവാകരന്റെ ആഗ്രഹം. വിദേശികളൊക്കെ ആകർഷിക്കുന്ന സ്ഥലത്ത് ബേക്കൽ കോട്ടയോട് ചേർന്നിട്ടുള്ള ബേക്കൽ റിസോർട്ട് സെന്ററിൽ നമ്മൾ അടുത്ത വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റെ റിഹേഴ്സലാണ് നമ്മളിവിടെ നടത്തിയത്. വളരെ വിജയകരമായി നന്നായി വന്നിട്ടുണ്ട്. ദിവാകരന്റെ വ്യത്യസ്തമായ പൂക്കളം കാണാൻ അനവധി ആളുകൾ കടിഞ്ഞിമൂലയിലെ വീട്ടിലെത്തുന്നുണ്ട്. നീലേശ്വരം നഗരസഭ അധികൃതരും അഭിനന്ദനങ്ങൾ അറിയിക്കാനെത്തി. ന്യൂസ് 18 നീലേശ്വരം. പൂച്ചയ്ക്ക് ഓണച്ചന്തയിൽ എന്ത് കാര്യം? പറയുന്നത് മലപ്പുറം വണ്ടൂർ പോരൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDS സംഘടിപ്പിച്ച ഓണച്ചന്തയിൽ താരമായൊരു പൂച്ചയെ പറ്റിയാണ്. ആർക്കിടെക്ചറും പോരൂർ സ്വദേശിയുമായ KM ഷാനാർ അഹമ്മദ് തന്റെ ഓമന പൂച്ചയുമായാണ് ചന്തയ്ക്കെത്തിയത്. ചന്തയിൽ താരമായത് മറ്റാരുമല്ല, ഷാനയ്ക്കൊപ്പമെത്തിയ പേർഷ്യൻ ഇനത്തിൽപ്പെട്ട എക്സ്ട്രീം പഞ്ച് ഫേസ് ഉള്ള എമി എന്ന പൂച്ചയാണ്. ഷാന പൂച്ചയുടെ പരിപാലനം തുടങ്ങിയിട്ട് 4 വർഷമായി. 8 മാസം മുൻപ് കോഴിക്കോട് നിന്ന് വാങ്ങിയതാണ് എമിയെ. ഓമനിക്കാൻ ഇതിലും നല്ലൊരു വളർത്തുമൃഗമില്ലെന്ന് തെളിയിക്കാനാണ് ഷാന എമിയുമായി കുടുംബശ്രീ ചന്തയിലേക്ക് എത്തിയത്. ഷാനയുടെ മാതാവ് സഫിയ കുടുംബശ്രീ അംഗമാണ്. ഉമ്മ വഴിയാണ് ഓണച്ചന്തയുടെ ഉദ്ഘാടന ചടങ്ങിലെത്തിയത്. ഇവിടെ പോരൂർ പഞ്ചായത്തിൽ CDSൽ സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓണച്ചന്തയ്ക്ക് എൻ്റെ പേർഷ്യൻ കാറ്റ്സിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാനും കാണാനുമാണ്. അപ്പോൾ ഇത് വിൽപ്പന നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തന്റെ ഓമനയായ എമിയെ വിൽക്കാൻ തൽക്കാലം ഷാനയ്ക്ക് ഉദ്ദേശമില്ല. ഭാവിയിൽ എമിക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ വിൽക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. നല്ലൊരു പാട്ടുകാരി കൂടിയായ ഷാന തന്റെ കഴിവ് തെളിയിക്കാനും മറന്നില്ല.
ന്യൂസ് 18 വണ്ടൂർ. ഓണക്കാലങ്ങളിൽ സജീവമായിരുന്ന പല കാർഷിക ചടങ്ങുകളും ഇന്ന് അപൂർവമായി മാറുകയാണ്. അത്തരത്തിലൊരു പ്രധാന ചടങ്ങാണ് കറ്റപ്പാട്ട്. കർഷകന് മികച്ച വിളവ് ലഭിക്കാൻ വയലുകളിലിരുന്ന് പുള്ളുവനും കുടുംബവും പാടുന്നതാണ് കറ്റപ്പാട്ട്. മണ്ണ് പൊലികേ, വിണ്ണു പൊലികേ, കാള പൊലികേ, കലപ്പ പൊലികേ, ഈ പാടം പൊലികേ, ഈ കതിരും പൊലികേ, മണ്ണുപോലെ പെണ്ണും പെണ്ണുപോലെ മണ്ണും പെറ്റുപെരുകേ. കതിരിട്ട പാടത്ത് മികച്ച വിളവ് ലഭിക്കാൻ പുള്ളുവൻ പാടുന്നതാണ് കറ്റപ്പാട്ട്. 101 നെൽവിത്തുകളുടെ പേരുകൾ ചൊല്ലിയാണ് പാട്ട്. കൃഷി ചെയ്യുന്നവർക്ക് മികച്ച വിളവും ഐശ്വര്യവും വരട്ടെ എന്ന് പ്രാർത്ഥന. ഇതെല്ലാം നെല്ല് പൊലിക പൊലി, നെല്ല് വിത്ത് പൊലിക പൊലി, നെല്ല് വിത്ത് പൊലിക പൊലി, അങ്ങനെ പൊലിക പൊലി പൊലി പൊലിക പൊലി, പൊലിക പൊലി പൊലി പൊലിക പൊലി. മണ്ണും വിണ്ണും ചേർന്നാൽ മാത്രമേ ഇവിടെ വിളയുണ്ടാകുള്ളൂ. അപ്പോൾ സൂര്യനും ഇവിടുത്തെ കാറ്റും മഴയും മഞ്ഞും ഭൂമിയും എല്ലാം കൂടി ഒത്തൊരുമിച്ച് ജീവജാലങ്ങൾക്ക് നൽകുന്ന വിത്തുകൾ, അതിന് ദോഷം ഇല്ലാതെ എല്ലാ 100 മേനി വിളവ് ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഈ കറ്റപ്പാട്ട്. ശ്രീ മഹാദേവി ജീവജാലങ്ങൾക്ക് അന്നമൂട്ടാൻ വേണ്ടി ഒരു പിടി നെല്ല് തരുകയും അത് വിതച്ചു കഴിഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും അത് അന്നമായി മാറുകയും ചെയ്യുന്ന ഒരു മിത്തുണ്ട്. അതിൽ നിന്നാണ് ഈ ഭൂമിദേവിയെയും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. ഓണക്കൊയ്ത്തിന് മുൻപായാണ് കറ്റപ്പാട്ട് നടത്തുക. പണ്ടുകാലത്ത് മലബാറിലെ എല്ലാ പാടത്തും ഈ ചടങ്ങുണ്ടായിരുന്നു. ഇന്ന് അപൂർവം. സൂര്യദേവനും ഭരണഭഗവാനും ഭൂമിദേവിയും വന്നനുഗ്രഹിക്കേ. ഈ കതിരെല്ലാം കാറ്റും മഴയും വെയിലും ഏൽക്കാതെ, ഉപ്പുകേട് ഏൽക്കാതെ 100 മേനി വിളയേ. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18 പാലക്കാട്. ഓണദിവസങ്ങളിലെ പൂജകൾക്കായി ശബരിമല നട തുറന്നു. ഇന്നലെ വൈകിട്ട് നട തുറന്ന സന്നിധാനത്ത് ഇന്ന് പുലർച്ചെ മുതൽ ദർശനം അനുവദിച്ചു. വനമേഖലയിലുണ്ടായ കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ പമ്പാസ്നാനത്തിന് അനുമതിയില്ല. ഇന്ന് മുതൽ ചതയം വരെ ഭക്തർക്കായി ഓണസദ്യയും ഒരുക്കിയിട്ടുണ്ട്. 10-ാം തീയതി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്കായി ഇന്ന് തുടക്കമാകും. വൈകിട്ട് കന്യാകുമാരിയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദേശീയ പതാക കൈമാറും. 6 മാസം കൊണ്ട് 3500-ലധികം കിലോമീറ്ററുകൾ കാൽനടയായി സഞ്ചരിച്ച് കശ്മീരിൽ യാത്ര സമാപിക്കും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരായ ബദൽ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കാത്തത്ര വലിയ രാഷ്ട്രീയ പരിപാടി. രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കാൽനടയായി സഞ്ചരിച്ചുള്ള പ്രചാരണം. 6 മാസം കൊണ്ട് 3500 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ചാണ് യാത്ര. രാഹുൽ ഗാന്ധിക്ക് പുറമെ 118 സ്ഥിരാംഗങ്ങൾ. ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിരം പദയാത്രികരും അണിചേരും. ഈ ജാഥ കാശ്മീരിൽ അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് സംശയമില്ല, ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുള്ള ഈ എല്ലാ ദുഷിച്ച പ്രവണതകൾക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് രാജ്യത്തെ സന്നദ്ധമാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ധീരമായി പോരാട്ടം നടത്തിയ മഹത്തരമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ള, ജനങ്ങളിലൂടെ വീണ്ടെടുക്കുക എന്നുള്ള ശക്തമായിട്ടുള്ള മുദ്രാവാക്യവുമായിട്ടാണ് ഈ ജാഥ നടത്തുന്നത്. രാജീവ് ഗാന്ധി വീരമൃത്യു വരിച്ച ശ്രീപെരുമ്പത്തൂരിൽ രാവിലെ 7-നെത്തുന്ന രാഹുൽ ഗാന്ധി പ്രാർത്ഥന നടത്തും. വൈകിട്ട് 5-ന് നടക്കുന്ന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദേശീയ പതാക കൈമാറും. കന്യാകുമാരിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിലും തമിഴ്നാട്ടിൽ ചുരുങ്ങിയ ദിവസങ്ങളെ പദയാത്രയുണ്ടാകൂ. 11-ന് കേരളത്തിൽ പ്രവേശിക്കും. 15 ദിവസം സംസ്ഥാനത്ത് പര്യടനം നടത്തുന്ന യാത്ര ഗൂഡല്ലൂർ വഴി വീണ്ടും തമിഴ്നാട്ടിലെത്തി കർണാടകയിൽ പ്രവേശിക്കും. ദേശീയ തലത്തിൽ ബിജെപി വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിക്കാട്ടിയാവും ഭാരത് ജോഡോ യാത്ര കടന്നു പോവുക. എന്നാൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്കെതിരെയും
നിലപാടെടുക്കും. ഓരോ ഇടങ്ങളിലും പ്രധാന വ്യക്തികളുമായും ഗ്രൂപ്പുകളുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിക്കെതിരെ പ്രതിഷേധിക്കാൻ പദ്ധതിയിട്ട ഹിന്ദു മക്കൾ കക്ഷി നേതാവ് അർജുൻ സമ്പത്ത് കസ്റ്റഡിയിൽ. തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്ന കന്യാകുമാരിയിലേക്ക് പോകാനായിരുന്നു പദ്ധതി. രാഹുലിന് കരിങ്കൊടി കാട്ടുമെന്ന് അർജുൻ ഇന്നലെ ട്വീറ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ട റാന്നി പെരുന്നാട്ടിൽ തെരുവുനായുടെ കടിയേറ്റ് മരിച്ച 12 വയസ്സുകാരി അഭിരാമിയുടെ സംസ്കാരം ഇന്ന് 12 മണിക്ക് റാന്നി പെരുന്നാട്ടിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. റാന്നി സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം രാവിലെ 9 മണിക്ക് വിലാപയാത്രയായി വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് വയ്ക്കും. തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കെയാണ് അഭിരാമി മരണത്തിന് കീഴടങ്ങിയത്. അഭിരാമിയുടെ മരണത്തിന് പിന്നാലെ ഇന്നലെ മരിച്ച അമ്മാവൻ സോമന്റെ സംസ്കാരവും ഇന്ന് നടക്കും. അഭിരാമിക്ക് ചികിത്സ നൽകുന്നതിൽ പിഴവുണ്ടായിട്ടില്ല എന്നാണ് KGMOയുടെ നിലപാട്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. പത്തനംതിട്ട മുതൽ കോഴിക്കോട് വരെയുള്ള 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും ഗ്രീൻ അലേർട്ടാണ്.